കർത്താവിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തോടെ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുടെ ഡെലിവറൻസിൻ്റെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നിങ്ങൾ അതിശക്തമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വചനം വളരെ പവർഫുള്ളായൊരു വചനമാണ് തരാൻ പോകുന്നത്. ദൈവാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാ കുടുംബങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 തെസ്സലോനിക്യ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനവും 7-8 വചനവും. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വീണ്ടും പറയുന്നത്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ലോകത്തിൽ നടക്കുന്ന വലിയൊരു വിശുദ്ധീകരണം നടക്കണം. ഒരു സാങ്ക്ടിഫിക്കേഷൻ നടക്കണം. ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ആത്മാവ് ഹോളിയാകണം. ആത്മാവിലുള്ള പാപത്തിൻ്റെ പുഴുക്കുത്തുകളെല്ലാം തീരണം. നുണ പറയുന്ന സ്വഭാവം, യോഹന്നാൻ 8:40, നുണയുടെ ആത്മാവിനെ എടുത്ത് കളയണം, ബന്ധിച്ച് പുറത്താക്കി പോകട്ടെ. എഫെസ്യർ 6:12 പറയുന്ന, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, അതായത് ദൈവഭയമില്ലാത്ത, ദൈവത്തോട് കൂടെ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ആളുകൾ. അതാണ് ആത്മീയ അഹങ്കാരത്തിൻ്റെ സ്പിരിച്വൽ പ്രൈഡിലൊക്കെ നിൽക്കുന്നത്. അതാണ് സ്പിരിറ്റ്. അതാണ്. അപ്പോൾ അത് നിൽക്കുമ്പോൾ അതൊക്കെ പോകണം, അശുദ്ധി പോകണം. ഈ പാപത്തിൻ്റെ മാലിന്യം വരുമ്പോൾ ദൈവത്തെ കാണാനുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയെ. നമുക്ക് കാണാവുന്ന വചനത്തിൽ പറയുന്നത്, ഹെബ്രായ ലേഖനം 12:14 വചനം പറയും, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ, ദർശിക്കുവാൻ സാധിക്കില്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കും. വിദ്വേഷം ഒരു അശുദ്ധിയാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി, ഒരുപാട് അശുദ്ധി ഉണ്ടാകുന്നതിൻ്റെ പിന്നെ കാണാം വിദ്വേഷം. ഇത് പലരും പല മ്ലേച്ഛ പാപങ്ങൾക്കും അടിമയായി പോകുന്ന പോലും ഉള്ളിലുള്ള വിദ്വേഷവും പകയുക. ആരോടൊക്കെ വിദ്വേഷം, കോപമാണ്, വെറുപ്പാണ്. അപ്പനോടാകാം, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മകളോട് ഒക്കെ വെറുപ്പും വിദ്വേഷമുണ്ട്. സ്വന്തം ജീവിതത്തോട്, ജനിച്ചു വളർന്ന വീടിനോട്, ജനിച്ചു വളർന്ന സാഹചര്യങ്ങളോട് പകയും വെറുപ്പ്. അതോടെ വെറുപ്പും വിദ്വേഷമുള്ള സ്ഥലത്ത് അശുദ്ധിക്ക് നന്നായിട്ടുള്ള അൺക്ലീൻ സ്പിരിറ്റ്, അതായത് മർക്കോസ് സുവിശേഷം 5:8-9 വചനം പറഞ്ഞല്ലേ, ലഗിയോൻ്റെ രൂപി, ലഗിയോൺ കൂട്ടം അരൂപി വന്ന് കയറുവേ. അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കൾ, ദുഷ്ടാത്മാക്കളൊക്കെ ഈ വെറുപ്പും വിദ്വേഷമുള്ള ഹൃദയങ്ങൾ വന്നിട്ട് അത് വേര് പിടിച്ചിട്ട് അതങ്ങ് വളർന്നിട്ട് ഒരുപാട് അനർത്ഥങ്ങൾ, തിന്മകളത് വിളിച്ചു വരുത്തും. ഉറപ്പാണ്, യാതൊരു സംശയമില്ല അത്. അപ്പം അതുകൊണ്ട് ഇവിടെ വലിയൊരു മാനസാന്തരം ഉണ്ടാകണം, വിശുദ്ധീകരണം ഉണ്ടാകണം. അത് ആഗ്രഹിക്കണം. ഹൃദയം ദൈവത്തിനെ തുറന്നാലേ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുകയുള്ളൂ. റെവലേഷൻ, വെളിപാട് പുസ്തകത്തിൻ്റെ 3:20 പറയുന്ന പോലെ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു നിന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഞാൻ അവനോട് ഇവിടുന്ന് ഭക്ഷിക്കുകയും ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വയ്ക്കുള്ളിലോട്ട് പ്രവേശിക്കുക, എങ്കിലേ അവിടെ വിശുദ്ധീകരിക്കുകയുള്ളൂ. ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോ പ്രവേശിച്ചാൽ അവിടെ വിശുദ്ധീകരിക്കും. പലപ്പോഴും അത് പല ആളുകളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഭയങ്കര പ്രശ്നം അവിടെ മുഴുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തെല്ലാം തകർത്ത് കളയും. ദൈവം എടുത്ത് വിട്ടുകൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ കൊണ്ട് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിത അനുഭവം കൊണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്. ദൈവം എന്നൊരു തോന്നലോ വെറും ഒരു പഠനങ്ങളിലൂടെ ആളുകൾ പറയുന്ന കാര്യമല്ല. അസ്തിത്വമുള്ള ഒരു ശക്തിയാണ്, ജീവനാണ്, വ്യക്തിയാണ്, അസ്തിത്വമുള്ള വ്യക്തിയാണ് ദൈവം, നമ്മുടെ കർത്താവ്. അത് അസ്തിത്വമുള്ളവന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, ഒറ്റ ദൈവം, അത് പൂർണ്ണതയിൽ നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം എന്നുള്ളത് തോന്നലല്ല, സത്യമാണ്. ആ ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഹോളിനെസ്, വിശുദ്ധിയാണ്. മർക്കോസ് 5:50 പറയും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിന് ശുദ്ധതയുള്ളവർക്ക് ദൈവത്തെ കാണാനും അനുഭവിക്കാനും തൊടാനും പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. വിശുദ്ധിയുള്ളതുകൊണ്ട് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ മഗ്ദലന മറിയം ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടുന്ന സംഭവമുണ്ട്. അവൾ ഈശോ കാണുന്നുണ്ട്.
അപ്പോൾ ഈശോ അവളെ വിളിക്കുന്നുണ്ട് മറിയം റബൂനി എന്നൊക്കെ. അപ്പോൾ ആൾക്കാർ കാണാൻ പറ്റുന്നതിൻ്റെ കാരണം അവൾ ഹോളിനെസ് ഉണ്ട്. ലോകത്തിൽ പരിശുദ്ധി അമ്മയൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയെ കണ്ടിട്ടുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു, നേരിട്ട് കണ്ടിട്ട് അവർക്ക് ഹോളിനെസ് എന്നൊരു തലമുണ്ട്. ലൂർദിൽ ബെർണർദിത്ത എന്ന് പറയുന്ന പുണ്യവതിക്ക് വിശുദ്ധിയുള്ളത് കൊണ്ടാണ് അവർക്ക് പരിശുദ്ധി അമ്മയെ കാണാനും കേൾക്കാനും പറ്റിയത്. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ അവിടെ ഹൃദയത്തിലില്ലത്. ലോകത്തിൻ്റെ മാലിന്യങ്ങളില്ല, ലോകത്തിൻ്റെ അശുദ്ധി, ലോകാരൂപിയില്ല. അതാണ് നല്ല ഉപവാസവും പ്രാർത്ഥനയും നോയമ്പൊക്കെ എടുക്കുന്നത് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. വിശുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് കർത്താവിനെ തൊടാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ഈ ദൈവത്തെ അനുഭവിക്കാനോ തൊടാനോ സ്വന്തമാക്കാനോ അഭിഷേകത്തിലേക്ക് വരുവാനോ നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മൾ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ച് നമ്മൾ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. അതാണ് ഗലാത്യ ലേഖനത്തിൻ്റെ 1:4-5 വചനം പറയും, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നമ്മെ മോചിപ്പിക്കണം. ഈശോയുടെ തിരുരക്തം നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, ഹോളിയാക്കുന്ന. ഇവിടെ ആത്മാവാണ് ഇപ്പോഴും ഈശോ ഞങ്ങൾ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ വന്ന് എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. നമ്മൾ വിശുദ്ധീകരിക്കും, നമ്മളുടെ മാലിന്യങ്ങൾ പോകണം. ഈ മാലിന്യങ്ങൾ പോകാത്തതുകൊണ്ടാണ് നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല, നമുക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അതാണല്ലോ യെശയ്യാ 59:1-2-3 വചനം. രക്ഷിക്കാനാവാത്തതും അവിടുത്തെ കരങ്ങൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, അല്ലെ രക്ഷിക്കാനാവാത്ത കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്തതും അവിടുത്തെ ചെവികൾക്ക് കാതുകൾക്ക് മാന്യം സംഭവിച്ചു. എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ഇപ്പം പാപം നിൽക്കുന്നത് കൊണ്ട്, അശുദ്ധി നിൽക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തത്. ഇപ്പം ദൈവത്തെ നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ വരുമ്പോൾ പൈശാചിക ശക്തികളുടെ അനുഭവങ്ങൾ കൂടുന്നത്, പൈശാചിക ശക്തികൾ വീട്ടിൽ പ്രവർത്തിക്കുന്നത് കൂടുന്നത്, അനുഭവിക്കുന്നത്. പിശാചിൻ്റെ മുകളിലുണ്ട്, അവിടെ ഉണ്ട്, പിന്നെ അത് അനുഭവിക്കുമ്പോൾ ഈശോ അനുഭവിക്കാൻ പറ്റത്തില്ല. വിശുദ്ധിയിലോട്ട് വരുമ്പോൾ ഈ പൈശാചിക ശക്തികൾ നമ്മൾ നടത്തുന്നത് ഓടി മാറിപ്പോക്കോളും, പെട്ടെന്ന് വിട്ടുപോയിക്കോളും. എന്നിട്ട് നമ്മൾ ഈ പരിശുദ്ധി നമുക്ക്, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. നമുക്ക് അനുഭവിക്കുക. ഈശോ നമ്മുടെ അടുത്ത് നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു, ഈശോ അങ്ങനെ തിരുരക്തം എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 9:14 വചനം, എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. നമ്മുടെ അന്ധകരണത്തെ, നമ്മുടെ മനസാക്ഷിയെ, നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കഴുകി നിർമ്മലമാക്കുന്നു. അത് വിശ്വസിക്കണം. നീ വിശ്വസിക്കുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകി ഇറങ്ങി വന്ന് നിന്നെ ക്ലീനാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടാകും. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം അത് എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കും. അത് ഈശോ വിശ്വസിച്ചാൽ മതി, അത് നമ്മെ വിശുദ്ധീകരിക്കും. ലോങ്കിനസ് എന്ന് പറയുന്ന ഒറ്റക്കണ്ണൻ്റെ കണ്ണിലേക്ക്, ആ അന്ധത ബാധിച്ച ആ കണ്ണിലേക്ക് കർത്താവിൻ്റെ ചോര തളിക്കപ്പെട്ടപ്പോൾ അത് തുറക്കപ്പെട്ടതുപോലെ, അവൻ്റെ പാപം മാഞ്ഞു പോയതുപോലെ, അവൻ്റെ ബന്ധനം ഒഴിഞ്ഞു പോലെ, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയ പോലെ ഒരുവൻ ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ ആഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിച്ചാൽ മതി. നന്നായിട്ട് പ്രാർത്ഥിക്കണം, വിശ്വാസം വേണം. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വെറുതെ ഇങ്ങനെ പ്രാർത്ഥനക്കാരായിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം വേണം. നമുക്ക് ചുറ്റുമുള്ള കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ശബ്ദങ്ങളാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റുന്ന ശബ്ദങ്ങളാണ്, ദൈവകൃപയിൽ നിന്ന് നമ്മളെ വേർപെടുത്തുന്ന ശബ്ദങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ മുഴുവൻ. ഇത് ആരോട് സംസാരിച്ചാലും സൂക്ഷിക്കേണ്ട സാരാട്ടം. കാരണം അതേ തിരിച്ച് വിശ്വാസം കിട്ടുന്ന ശബ്ദങ്ങൾ, വചനങ്ങൾ, ദൈവവചനങ്ങൾ, അത് നീ സ്വീകരിക്കണം, നീ സ്വന്തമാക്കണം. നീ അപ്പോൾ അതിലൂടെ കാണാൻ പറ്റും ഈശോയുടെ രക്തം വിശ്വസിക്കുമ്പോൾ. തിരുസഭയിലൂടെ ഓരോ ദിവസവും പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഒഴുകപ്പെടുന്നു, തിരുവചനത്തിലൊഴുകപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒഴുകുന്ന ഈ വചന തിരുരക്തം ഈ നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കുന്നതനുസരിച്ച് നമുക്ക് കർത്താവിനെ അനുഭവിക്കാൻ പറ്റും.
കർത്താവിനെ അനുഭവിക്കാൻ പറ്റും. കർത്താവിനെ അനുഭവിക്കാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. ഉത്തരനായ ഈശോ എല്ലാ ദിവസവും നമ്മുടെ മധ്യേ വരുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, സഭയിലുണ്ട്, തിരുസഭയിലുണ്ട്, ബലിപീഠത്തിലുണ്ട്, പരിശുദ്ധ കുർബാനയിൽ അവൻ്റെ സാന്നിധ്യമുണ്ട്. ജീവനോടെ ഉത്തരനായ ഈശോ വരുന്ന സമയമാണ്. ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ വരുന്നുണ്ട്. സഭയുടെ ആദ്യകാല ഗ്രന്ഥമായ ഡിഡാക്കെ പറയുന്നുണ്ട്, അതായത് എവിടെ സുവിശേഷം പ്രസംഗിക്കുന്നു അവിടെ ഉത്തരനായ ഈശോ കടന്നു വരുന്നുണ്ടെന്ന്. ഈശോ വരുന്നുണ്ട് അവിടെ. ഈസ് കമ്മിങ് ദേർ, ഈസ് പ്രസന്റ് ദേർ. പക്ഷേ അത് അനുഭവിക്കണം, വിശ്വാസം വേണം, അതുകൊണ്ട് എളുപ്പപ്പെടണം. ഇവിടെ നമ്മുടെ അഹങ്കാരമൊക്കെ പോകണം, നമ്മൾ മാറണം, നമ്മുടെ ആത്മരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. ഈ ലോകത്തിൻ്റെ നശ്വരമായ നേട്ടങ്ങൾക്കെല്ലാം മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇതൊന്നും കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നേട്ടങ്ങളും ഉയർച്ചകളും ഇതൊന്നും വലിയ കാര്യമില്ല. ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ദൈവത്തിനും നിത്യജീവിതത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-8 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ ഏറ്റുപറയുന്ന പക്ഷം അവൻ നീതിമാനും അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, അനുദപിക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ, കുമ്പസാരത്തിൽ കൂദാശ പങ്കെടുക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും തൻ്റെ തിരുരക്തം കൊണ്ട്. അപ്പോൾ നമുക്ക് ഈശോ അനുഭവം കിട്ടും. അപ്പോൾ കുർബാനയിലൊക്കെ ഈശോ അനുഭവം കിട്ടുകയാണ്, ദൈവരാജ്യ അനുഭവം കിട്ടുകയാണ്, ദൈവ സാന്നിധ്യ അനുഭവം കിട്ടുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എളിമപ്പെടാം, വിശുദ്ധീകരിക്കപ്പെടാം. നമ്മുടെയുള്ള കാപട്യം, കള്ളത്തരം, വക്രത, വഞ്ചന, ചതി, നുണ, അഹങ്കാരം, മറ്റുള്ള ഉപദ്രവിക്കുന്ന സ്വഭാവം, അപവാദം പറഞ്ഞ സ്വഭാവം, പാപത്തിനായിട്ട് ദാഹിച്ചിരിക്കുന്ന, ജ്വലിച്ചിരിക്കുന്ന, തിളച്ചു നിൽക്കുന്ന ചില വിശന്നിരിക്കുന്ന കണ്ണുകൾ, പലരുടെയും കണ്ണുകൾ പാപത്തിനു വേണ്ടി വിശന്നിരിക്കുക, പാപം വിശന്നിരിക്കുന്ന ആർത്തി പിടിച്ച കണ്ണുകളാണ്. പലരുടെ ചെവികൾ പാപം കേൾക്കാനായിട്ട് ഇങ്ങനെ ആർത്തി പിടിച്ചിരിക്കുന്ന ചെവികൾ, പല നാവുകൾ പാപം ചെയ്യാനായിട്ട് ഇങ്ങനെ ദാഹിച്ചിരിക്കുന്ന, ആവേശത്തോടെ ഇരിക്കുന്ന നാവുകളെ. അപ്പം അത് തിരിച്ചറിയാനുള്ള കൃപ കിട്ടും നിനക്ക് നീ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിൽ മാലിന്യങ്ങൾ നീങ്ങണം. അതാണ് ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തം, തിരുവിലാവിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ബുദ്ധിയിലേക്ക്, എൻ്റെ ചെവിയിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ വായിച്ചു കളയത് വിശ്വസിക്കുക. അവൻ്റെ രക്തം നമ്മളുള്ള എല്ലാ അന്ധകാരത്തെയും പൂർണ്ണമായിട്ടും നീക്കിക്കളയും. അത് അവൻ്റെ തിരുരക്തത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുറന്നു വെക്കുക, ഈശോയുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുക. ഹൃദയവും ജീവിതവും മനസ്സും മുഴുവൻ തുറന്നു കൊടുത്ത് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് മനം ഉരുകി, ഹൃദയം ഉരുകി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും സൗഖ്യങ്ങളും വർഷിക്കും. ഇതാണ് തിരുവചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഈ തിരുവചനം നമ്മെ ആഴത്തിൽ ധ്യാനിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുള്ള ബന്ധനങ്ങൾ മുഴുവൻ കർത്താവ് എടുത്തു കളയുന്ന പറയുന്നത്. യെശയ്യാ 1:25 വചനം പറയും, ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധീകരിക്കും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ഈശോയ്ക്ക് നീക്കിക്കളയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും നീക്കളയും. ഈ പാപം മാരക പാപമാകട്ടെ, എത്ര വലിയ പാപം, അത് നീക്കിക്കളയാൻ പറ്റും, ഈശോയ്ക്ക് പറ്റും. പക്ഷേ അവിടെ ഒരു അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ടാകണം. ഞാൻ തെറ്റിപ്പോയി എന്നുള്ള ദൈവസന്നദ്ധയിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞ ദൈവമേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ആ തിന്മയുടെ അശുദ്ധിയെ പരിശുദ്ധാത്മാവ് കഴുകിക്കളയും. ഈശോയുടെ രക്തം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കും. ഇതുതന്നെയാണ് സങ്കീർത്തനത്തിൻ്റെ 51-ാമത്തെ അധ്യായത്തിൽ 51-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം, ദാവീദ് മാരക പാപം ചെയ്ത് അവൻ ദൈവത്തോട് എന്താണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. 3-ാമത്തെ വചനം പറയുകയാണ്, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും അങ്ങനെ കൺമുമ്പിലുണ്ട്. അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്, അങ്ങയുടെ വിധിവാചം കുറ്റമറ്റതാണ്. അതിന് മുമ്പ് പറയും, 2-ാമത്തെ വചനം പറയും, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അതായത് അവനറിയാം, പാപത്തെ കഴുകി മാറ്റാൻ
ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഈശോ മിശിഹായുടെ പരിശുദ്ധ രക്തത്തിന് മാത്രമേ എന്നിലുള്ള അത് ഉത്ഭവ പാപം മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ പാപങ്ങളെ കഴുകി മായ്ച്ച് കളയാൻ ശക്തിയുള്ളത് ഒരാൾക്ക് മറ്റുള്ളൂ, ഒരു സംഭവത്തിനെ പറ്റുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന്, തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധ ചോരയ്ക്ക് മാത്രമേ എൻ്റെ ആത്മാവിനെ നിർമ്മലമാക്കാൻ പറ്റുള്ളൂ. അത് ഒഴുകാൻ തക്കവണ്ണം നീ ഒരിക്കലെങ്കിലും ആ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ, വിനയത്തോടെ, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ മനമുരുകി നീ ഒരിക്കലെങ്കിലും നീ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അഹങ്കാരം തന്നെ പോകാത്തത്, അഹങ്കാരത്തെക്കുറിച്ച് അനുദപിച്ചിട്ട് അപ്പോൾ ഈശോ രക്തം, അപ്പോഴാണ് ഈശോ അനുഭവം കൊണ്ട് നല്ല കുമ്പസാരമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും, ഈശോയുടെ കേൾക്കാൻ പറ്റും, ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും, ദൈവ പദ്ധതി തിരിച്ചറിയാം. നേരെ മറിച്ച് ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയുമാണ് സൂക്ഷിക്കുന്നത്. അവിടെ സകല മ്ലേച്ഛതകൾ നിന്ന് മ്ലേച്ഛഭാവം ലോകത്ത് ഒരുപാട് കൂടുകയാണ്. കാരണം ഈ മ്ലേച്ഛഭാവങ്ങൾ കൂടുതൽ ചെയ്യുന്ന മുഴുവൻ ആളുകളും പഠിച്ചു, അവരെല്ലാം തന്നെ വലിയ പകയിലും വെറുപ്പിലും ആരോടൊക്കെ പക തീർക്കവർ, വിദ്വേഷം തീർക്കുകയാണ് അവർ. ആരോടൊക്കെ സ്വന്തം ജീവിതത്തോട് തന്നെ പകയാണ്, വെറുപ്പാണത്. അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്ന പല സ്ത്രീ പുരുഷന്മാരുടെ ചരിത്രം പഠിച്ചുകൊള്ളുക. അപ്പോൾ അവരുടെ ഉള്ളിൽ വിദ്വേഷമാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവാൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീർന്നു. വിദ്വേഷം പകയാണ്. അതായത് ജീവിതത്തിലുള്ള സഹനങ്ങളെ, വേദനകളെ, പീഡനങ്ങളെ ദൈവത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാനോ സ്വീകരിക്കാനോ അവർക്ക് സാധിച്ചില്ല. അവർക്കുള്ളിൽ പകയാണ്. അവർ കാരണം ഇവരാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. എൻ്റെ അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, ഭാര്യ വീട്ടുകാർ, ഭർത്താവിൻ്റെ വീട്ടുകാർ, മക്കളുടെ കുടുംബത്തിലുള്ളവർ, മക്കളെ കെട്ടിച്ചെടുത്തുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ജോലി സ്ഥലത്തുള്ളവർ, എൻ്റെ സഹപാഠികൾ, ഇവരൊക്കെ എൻ്റെ ജീവിതം നശിപ്പിച്ചത്. എൻ്റെ നാടാണ്, എൻ്റെ അടുത്തിരിക്കുന്ന. അപ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന പകയാണ് ചില സമയത്ത് കയറി നോക്കി ദുല്ല അപകടമാണ്. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യക്ക് വേണ്ടി കണ്ടിയൊരു ദുരന്തങ്ങളുടെ വഴിയിലൂടെയാണ് പോകുന്നത്. ഇന്ത്യ മാത്രം, ലോകം മുഴുവൻ. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും കൂടുകയാണ് അവൻ. കാരണം ദൈവബന്ധം മുറിഞ്ഞു പോകും. പാപത്തെ അനുകൂലിക്കരുത്. പാപം മനുഷ്യനെ അന്ധനാക്കും, പാപം മനുഷ്യനെ അശുദ്ധനാക്കും. ഈ അശുദ്ധി വരുമ്പോൾ പിന്നെ ദൈവാനുഭവം കിട്ടത്തില്ല അവന്. ഈ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതൊരു വലിയൊരു മാനസാന്തരമാണ്. ആഴമേറിയൊരു മാനസാന്തരം, പശ്ചാത്താപം, അനുതാപത്തിൻ്റെ കണ്ണുനീരോട് കുമ്പസാരിക്ക് പോയിട്ട് നല്ല തുറന്നൊരു ഹൃദയത്തോടെ ഒന്ന് കഴുകട്ടെ. കർത്താവിൻ്റെ രക്തം ആത്മാവിലും അപ്പോൾ ഒരു പ്രകാശം കിട്ടുന്നേ. ജീവിതം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ? അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ വലിയ ബുദ്ധിജീവികൾ, ചില വലിയ തർക്കശാസ്ത്രങ്ങളും ഭയങ്കര ലോജിക്കും ഭയങ്കരമായിട്ട് അവർ ബുദ്ധി ഉപയോഗിക്കും. അവരെ ഭയങ്കര ബുദ്ധിപൂർവ്വം അവർ സംസാരിക്കും. കഴിവുള്ളവനെന്ന് നമുക്ക് തോന്നുന്നു. റാഷണലിസ്റ്റ്, എന്തൊരു യുക്തി ബുദ്ധി, എന്തോ പഠിച്ചിട്ടുണ്ട്, എന്തൊരു ഓർമ്മശക്തി, ഇതൊന്നും കാര്യമില്ല. എന്തേലും ഓർമ്മശക്തി, എന്തൊരു വിദ്യാഭ്യാസം, ഒന്നും അവൻ കാര്യമൊന്നുമില്ലെന്നേ, ഒരു കാര്യമില്ല. ആത്യന്തികമായിട്ട് അവൻ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും പുറത്ത് കിടക്കണം. അവൻ്റെ ജീവിതം ദൈവബന്ധത്തിൽ വരണം. ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നീ നേടിയതൊക്കെ വെറുതെയാണ്, ഒരർത്ഥവുമില്ല. നീ സമ്പാദിച്ചത് നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. പല ബുദ്ധിജീവികളും ജീവിതത്തിൽ തോറ്റുപോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. നാണം കെട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാം നേടിയവൻ അപമാനം കൊണ്ട് സഹിക്കാൻ പറ്റാതെ വന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ എല്ലാം അസന്മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നും അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. ദൈവവചനം പറയുന്ന ആ നിലവാരത്തിലുള്ള ആ ശൈലിയിലുള്ള വിശുദ്ധി വേണം. അല്ലാതെ ലോകം പറയുന്ന വിശുദ്ധിയല്ലത്. ഇന്ന് മാസ് മീഡിയയുടെ കാലഘട്ടം, ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കുകൾ, ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ്. അപ്പോൾ ആർക്കും എവിടെയും ആരുമായിട്ട് എന്ത് തെറ്റിലേക്കും എന്തിലേക്കും പോകാവുന്നൊരു കാലഘട്ടം. ഈ സമയം സാത്താൻ്റെ വാതിലുകൾ മുഴുവൻ സാത്താൻ തുറന്നിടും. ഈ കാലഘട്ടം കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തിനു വേണ്ടിയൊക്കെ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാലഘട്ടമാണ്. എന്നാൽ എപ്പോഴും നമുക്കറിയില്ല. പക്ഷേ ഒരുക്കത്തിലായിരിക്കണം എന്നാണല്ലോ സഭ പറയുന്നത്. എപ്പോഴും 2000 വർഷമായിട്ട് സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അത് ഒരു ഉത്തരവാദിത്വം, സഭയുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണത്, നമ്മുടെ ഉത്തരവാദിത്വമാണത്. ജനത്തെ ഒരുക്കുന്നതിന് ഈ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മശരീരങ്ങളെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ ആഗ്രഹിക്കുകയും തീക്ഷ്ണമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ആത്മാവിനെ വിശുദ്ധീകരിക്കണം, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. കരുണയുണ്ടാകണമേ എന്ന് നിലവിളിയോടെ പ്രാർത്ഥിക്കണം.
ജീവിതം വിശുദ്ധീകരിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക, ഒരുക്കമുള്ള ആത്മരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. അതിനുള്ള വലിയ കൃപയും അനുഗ്രഹം ലഭിക്കട്ടെ. ഈ സമയത്ത് കേൾക്കാൻ പോകുന്ന അതിശക്തമായ ആരാധന സമയത്ത്, ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നമ്മൾ ആരാധന നടത്താൻ പോവുകയാണ്. ഡെലിവറൻസിൻ്റെ ആരാധനയാണിത്, അഭിഷേകത്തിൻ്റെ ആരാധന. ഈ സമയത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ കൽപ്പിക്കുന്നു. സങ്കീർത്തനം 113 അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിൻ്റെ മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതികളെ ചാരക്കൂനിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധിക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിലുള്ള ബന്ധനങ്ങൾ അഴിയും. പൈശാചിക പീഡകൾ, രോഗങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. കൽപ്പിക്കുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്തെ ആജ്ഞാപിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തിലുമുള്ള ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലുള്ള ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച യേശുവിൻ്റെ കാൽപാദത്തിലേക്ക് വയ്ക്കുന്നു. ഈ സമയം തന്നെ എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. ദൈവാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഉണ്ടാകട്ടെ. മാനസിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, അസ്വസ്ഥതകൾ, അശുദ്ധി, അവിശ്വാസം, യുക്തിചിന്തകൾ, നിരാശകൾ എല്ലാം മാറിപ്പോകട്ടെ. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ സമയത്ത് എല്ലാ ദൈവമക്കളും പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, വിശ്വാരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. സകല ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓരോ വ്യക്തിയുടെ മേലുള്ള തിന്മയുടെ ശക്തികൾ വിട്ടുപോട്ടെ. വെറുപ്പിന്റെ, പകയുടെ, ഭയത്തിന്റെ, ഉത്കണ്ഠയുടെ, നിരാശയുടെ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. സമാധാനം നിറയട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷം. കർത്താവ്, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിക്കുന്ന ഉദ്ധിതനായ കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ശക്തി, ജീവന്റെ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി ഇപ്പോൾ ഓരോ വ്യക്തിയുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും ശരിയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കണ്ണുനീര് ഒപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബത്തിനും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. അഭിഷേകം പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ശക്തമായ അഭിഷേകം, കൃപയുടെ അഭിഷേകം ഒടുകട്ടെ. എല്ലാ വ്യക്തിയുടെ മേലും എല്ലാ മക്കളുടെ മേലും കൃപയുടെ അഭിഷേകം ഒടുകട്ടെ. ദൈവ കൃപയൊടുകട്ടെ. നിരാശ വിട്ടുപോട്ടെ. ബന്ധനങ്ങൾ അടിയട്ടെ. With the mighty name of Jesus of Nazareth, I break all evil chains. എല്ലാ തിന്മയുടെ ചങ്ങലകളും പൊട്ടി തകരട്ടെ. ഹല്ലേലൂയ, ആരാധന. Hallelujah, 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 hallelujah.